വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ, ഉപ്പ്, ചുവന്നുള്ളി, കടുക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ഇത്രയും ചേരുവകളാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം ഞാൻ നമ്മുടെ ഇരുമ്പ് ചീനിച്ചിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുത്തു. എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണയൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളി ഒരു 5 അല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അടുത്ത് നമുക്ക് ഇടേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് നമുക്കൊന്ന് ഇടാവുന്നതാണ്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനൊരു 10-20ഓളം ചുവന്നുള്ളി എടുത്തു, നടുവേന്ന് കീറി മുറിച്ചിട്ടതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളി അല്ലെങ്കിൽ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരു വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മളെപ്പോഴും മാങ്ങാച്ചമ്മന്തി അല്ലെങ്കിൽ തേങ്ങാച്ചമ്മന്തി ഒക്കെയാണ് കഴിക്കുന്നത്. തക്കാളി ചമ്മന്തി അങ്ങനെ അധികം ആരും ഉണ്ടാക്കിയിട്ട് കാണില്ല. പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഡിഷ്. നന്നായിട്ട് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അരമുറി തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചിരകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തു. നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. കാരണം ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളി ഞാൻ 2 തക്കാളിയായിരുന്നു ഇവിടെ എടുത്തത്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതായിരുന്നു. അന്നേരം ആ തക്കാളി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുത്തതുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് നോക്കി. ഇനി അതിലേക്ക് വറ്റൽമുളക്, ഞാനിവിടെ ഒരു 6 വറ്റൽമുളകോളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വറ്റൽമുളകാണ് നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നത്. വേറെ മുളക് പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളക് അധിക സമയം നമുക്കിനി വേവിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇത് നോക്കിക്ക്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് ഇത് ഓഫാക്കിയിട്ട് സ്റ്റവ് ഓഫാക്കി നമുക്കിനി ഇതൊരു ജാറിലേക്ക് മാറ്റാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി വളരെ കുറച്ച് ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതാ വളരെ നല്ല സൂപ്പറായിട്ട് നമുക്കിപ്പോൾ ഇത് നമ്മുടെ തക്കാളി ചമ്മന്തി നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് കടുക് പൊട്ടിക്കാനാണ്. അതിന് ഞാൻ വീണ്ടും നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തു. എണ്ണ ചൂടായി വരുന്നവരെ, എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, ഇനി 2 വറ്റൽമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചട്നി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടി വളരെ കുറച്ച് വെള്ളം മതി, അധികം വെള്ളമൊന്നും വേണ്ട.
നോക്കിയേ, വളരെ കളർഫുള്ളായിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി, തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. then നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. നേരം അടുത്ത ഒരു നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഒരു കാര്യം, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരം താങ്ക് യു.